ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. ദേവീ മഹാത്മ്യം ഉത്തമചരിതം അധ്യായം 9 നിശുംഭവധം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുമേധ മഹർഷിയുടെ അടുത്ത് രാജാവ് സുരഥ മഹാരാജാവ് ആദ്യമായിട്ട് തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. രാജാവ് പറയുകയാണ്, അല്ലയോ സുമേധസ് മഹർഷേ, അതായത് എന്നോട് പറഞ്ഞത് തന്നെ രക്തബീജവധത്തോടു കൂടിയ ആശ്ചര്യമായിരിക്കുന്ന ഈ ദേവിയുടെ ഈ മഹാത്മ്യമുള്ള ചരിതം അങ്ങയാൽ പറയപ്പെട്ടുവല്ലോ. രക്തബീജൻ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തീർച്ചയായും അത്യധികം അതികോപത്തോടു കൂടിയ ശുംഭനിശുംഭന്മാർ പിന്നീട് എന്ത് അക്രമമാണ് ചെയ്തത്? ഞാൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. സുമേധസ് മഹർഷി അതിന് മറുപടി പറഞ്ഞു തുടങ്ങുകയാണ്. ആ യുദ്ധത്തിൽ രക്തബീജൻ കൊല്ലപ്പെട്ടപ്പോൾ മാത്രമല്ല, രക്തബീജനെ പിന്തുടർന്ന് പോയ കുറേ അസുരന്മാരുണ്ട്. ആ അസുരന്മാരും ഹനിക്കപ്പെട്ടപ്പോൾ ആ ശുംഭാസുരനും നിശുംഭനും ഇതിനോട് തുലനം ഇനി മറ്റൊന്നില്ലാത്ത അത്രയും കോപമുണ്ടായി ആ നിശുംഭാസുരന്മാർക്ക്. അനന്തരം നിശുംഭനാണ് മുന്നോട്ട് യുദ്ധം ചെയ്യാൻ ആദ്യം. വലിയൊരു സൈന്യത്തെ തന്നെ കൊല്ലപ്പെട്ട് അങ്ങനെ കിടക്കുകയാണല്ലോ. അത് കണ്ടിട്ട് അതികോപത്തെ ഒരുപാട് വർദ്ധിച്ച് കോപം അങ്ങനെ ഇരട്ടിച്ച് വന്നപ്പോൾ ഇനിയും പ്രധാനപ്പെട്ട അസുരനെയോ അസുര സൈന്യത്തോടു കൂടെ ദേവിയുടെ നേർക്ക് ഓടിച്ചെന്നു ആ നിശുംഭൻ്റെ മുൻപിലും പിറകിലും അതുപോലെ തന്നെ ഇടത്തും വലത്തും ആ നിശുംഭനെ ചുറ്റിയിട്ട് ഒരുപാട് അസുരന്മാർ ചുറ്റി. അങ്ങനെ ആ അസുരന്മാർ ദേഷ്യം കൊണ്ട് ചുണ്ടൊക്കെ അങ്ങനെ കടിച്ച് പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെയുള്ളവരായി കോപത്തോടു കൂടിയവരായിട്ട് ദേവിയെ കൊല്ലുവാനായിട്ട് ദേവിയുടെ സമീപത്തേക്ക് വന്നു. നിശുംഭനെ വളഞ്ഞുകൊണ്ടാണ് ആ അസുര സൈന്യം മുമ്പോട്ട് ഓടുന്നത്. ശുംഭനും ഒരുമിച്ച് തന്നെ തൻ്റെ സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ടവനായിട്ട് ആ മാതൃഗണത്തോടു കൂടെ യുദ്ധം ചെയ്തിട്ട് അത്യധികം കോപത്താൽ ആ മാതൃഗണത്തിൻ്റെ സംരക്ഷതയിലിരിക്കുന്ന ചണ്ഡികാദേവിയെ കൊല്ലുവാനായിട്ട് ഓടി വന്നു. അനന്തരം വർഷിക്കുന്ന 2 മേഘങ്ങളെ പോലെ ഏറ്റവും ഭയങ്കരമായ ശരം, വലിയ ഒരു മഴ പെയ്യുന്നത് പോലെ തുടരെ വരികയാണ്. ആ ഒരു ശരം പൊഴിക്കുന്ന ശുംഭനിശുംഭന്മാർക്ക് ദേവിയോടുകൂടെ അതിഭയങ്കരമായ ഒരു യുദ്ധം ഉണ്ടായി. ആ ശുംഭനിശുംഭന്മാരാൽ അയക്കപ്പെട്ട ബാണങ്ങളെ ചണ്ഡികാദേവി തൻ്റെ ശരക്കൂട്ടങ്ങളെ കൊണ്ട് ഛേദിച്ച് കളഞ്ഞു. ആ അസുരേശ്വരന്മാരുടെ എല്ലാ അവയവങ്ങളിലും തൻ്റെ ശസ്ത്രപ്രയോഗങ്ങളെ കൊണ്ട് താടിക്കുകയും ചെയ്തു, മർദ്ദിക്കുകയും ചെയ്തു. അടുത്തതായിട്ട് നിശുംഭൻ വളരെയധികം മൂർച്ചയുള്ള വാളും പരിച ഇവയൊക്കെ എടുത്തിട്ട് ദേവിയുടെ ഉത്തമ വാഹനമായ സിംഹവാഹനത്തെ ശ്രേഷ്ഠമായ സിംഹത്തിൻ്റെ മൂർധാവിൽ അടിച്ചു. ദേവിയുടെ വാഹനമായ സിംഹം മർദ്ദിക്കപ്പെട്ടപ്പോൾ ദേവി തൻ്റെ ശൗര കത്തി പോലെ മൂർച്ചയുള്ള അസ്ത്രം, ആ ആയുധം കൊണ്ട് അവൻ്റെ ശ്രേഷ്ഠമായ വാളിനെയും, ഇനി ആ നിശുംഭൻ്റെ പരിച എന്നത് ചന്ദ്രന്മാരെ ആലേഖനം ചെയ്തിട്ടുള്ളതാണ്, ആ പരിചയെയും ദേവി വളരെ പെട്ടെന്ന് ഛേദിച്ചു. തൻ്റെ പരിചയും വാളും ഛേദിക്കപ്പെട്ടപ്പോൾ ആ നിശുംഭാസുരൻ തൻ്റെ വേലിനെ എറിഞ്ഞു. ആ നിശുംഭനാൽ എറിയപ്പെട്ട തൻ്റെ നേർക്ക് വരുന്ന ആ വേലിനെയും തൻ്റെ ചക്രായുധം കൊണ്ട് ദേവി 2ആക്കി തീർത്തു. ഇതൊക്കെ ആയപ്പോൾ കോപം കൊണ്ട് ജ്വലിക്കുന്ന ആ നിശുംഭാസുരൻ തൻ്റെ ശൂലത്തെ പ്രയോഗിച്ചു. ദേവി തൻ്റെ നേർക്ക് വരുന്ന ആ ശൂലത്തെയും തൻ്റെ മുഷ്ടി പ്രയോഗം കൊണ്ട് തവിട് പൊടിയാക്കി കളഞ്ഞു. അനന്തരം ആ നിശുംഭനും ഗദയെ തൻ്റെ കയ്യിലിട്ടങ്ങനെ കറക്കിയിട്ട് ദേവിയുടെ നേർക്ക് ചുഴറ്റി എറിഞ്ഞു. ആ ഗദയും ദേവിയാൽ ത്രിശൂലം കൊണ്ട് പിളർക്കപ്പെട്ടു. മാത്രമല്ല, ആ ത്രിശൂലത്തിൽ അതിൻ്റെ അഗ്രഭാഗത്ത് അഗ്നി ഉണ്ടായിരുന്നു. ആ അഗ്നിയുടെ ചൂടിനാൽ ആ ഗദ ഭസ്മമായി തീർന്നു എന്നാണ് പറയുന്നത്.
പിന്നീട് ആ നിശുംഭൻ വെൺമഴു എടുത്തിട്ട് തൻ്റെ നേർക്ക് വരുന്ന ആ ദൈത്യശ്രേഷ്ഠനെ ദേവി തൻ്റെ ശരസമൂഹങ്ങളെ കൊണ്ട് താടിച്ചിട്ട് ഭൂമിയിൽ പതിപ്പിച്ചു. ആ ഘോര പരാക്രമശാലിയായ തൻ്റെ സഹോദരനായ നിശുംഭൻ ഭൂമിയിൽ പതിച്ചപ്പോൾ ഏറ്റവും കോപത്തോടു കൂടിയവനായ ആ ശുംഭൻ ദേവിയോട് യുദ്ധം ചെയ്യുവാനായി നേരിട്ട് വന്നു. അപ്പോൾ രഥാരൂഢനായ ശുംഭൻ അത്യുന്നതങ്ങളായ ഏറ്റവും ശ്രേഷ്ഠമായ ആയുധങ്ങളെ ധരിച്ചിട്ട് തുലനം ചെയ്യാൻ സാധിക്കാത്ത തൻ്റെ 8 കൈകളാണ് ശുംഭന്. ആ കൈകളങ്ങനെ വിടർത്തി വെച്ചിട്ട് ആകാശം മുഴുവൻ അങ്ങനെ നിറഞ്ഞു എന്നാണ്. അതങ്ങനെ വ്യാപിച്ചിട്ട് ശോഭിക്കുകയാണ് യുദ്ധസന്നദ്ധനായിട്ട്. ആ ശുംഭൻ രഥത്തിലങ്ങനെ നിൽക്കുകയാണ്. ദേവി, ആ ചണ്ഡികാദേവിയാകട്ടെ ആ അസുരൻ തൻ്റെ നേർക്ക് വരുന്നത് കണ്ടിട്ട് തൻ്റെ ശംഖിനെ മുഴക്കി. അതാകട്ടെ അത്യധികമായ ശബ്ദഘോഷത്തെ അവിടെയുണ്ടാക്കി. അതിൻ്റെ കൂടെ സഹിക്കാൻ സാധിക്കാത്ത തൻ്റെ വില്ലിൻ്റെ ഞാണൊലിയെയും അങ്ങനെ ചെയ്തു. എല്ലാ അസുരസേനകളുടെയും അവരുടെ തേജസ്സിനെ വധിക്കുക. ആ തേജസ് അങ്ങ് ഇല്ലാതായാൽ അവരുടെ ശക്തി നശിക്കും. പിന്നെ അവർക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരുടെ തേജസ്സിനെ വധിക്കാനാണ് ദേവി ആദ്യം ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് തൻ്റെ മണിനാദം മണി മുഴക്കുകയാണ് ദേവി. അതങ്ങനെ ദിക്കുകൾ മുഴുവൻ നിറഞ്ഞു നിന്നു. ദേവി ഉണ്ടാക്കിയ ആ ശബ്ദം കൂടാതെ ആ ദേവിയുടെ വാഹനമായ സിംഹവും ആ അസുരന്മാരുടെ കൂടെ വന്നിട്ടുള്ള ആ കാലാൾപ്പടയിലുള്ള ആനകളുടെ ആ മതത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള അത്യധികമായ ഗർജനത്തെയാണ് ആ സിംഹം പുറപ്പെടുവിച്ചത്. അങ്ങനെ ആ ഗർജനങ്ങളെ കൊണ്ട് ആകാശവും ഭൂമിയും അങ്ങനെ 10 ഉപദിക്കുകളും നിറഞ്ഞു. അനന്തരം ചണ്ഡികാദേവി ആകാശത്തേക്ക് കുതിച്ചു ചാടിയിട്ട് പിന്നീട് വീണ്ടും ഭൂമിയിൽ വന്ന് ഭൂമിയെ തൻ്റെ കൈകൾ കൊണ്ട് മർദ്ദിച്ചു, താടിച്ചു. ആ ശബ്ദം കൊണ്ട് ഇതിനു മുമ്പ് ഉണ്ടായ ഗർജനം, ശബ്ദനാദം, മണിനാദം, ഈ ശബ്ദങ്ങളൊക്കെ തന്നെ അത് നിസ്സാരവൽക്കരിക്കപ്പെട്ടു. അപ്പോൾ അത്രയും വലിയ ശബ്ദമാണ് കാളീദേവി ഉണ്ടാക്കിയത്. ശിവദൂതി അതിഭയങ്കരമായിട്ടുള്ള മംഗളകരമല്ലാത്ത ഒരു തരത്തിൽ ഊരിയിടുന്ന രീതിയിലുള്ള ശബ്ദം മാത്രമല്ല, അതിൻ്റെ കൂടെ അത്യുച്ചത്തിലുള്ള ചിരി, അട്ടഹാസത്തെ ചെയ്തുവല്ലോ. ആ ശബ്ദങ്ങളെ കൊണ്ട് അസുരന്മാർ ഭയപ്പെട്ടു. എന്നാൽ ഇത് കേട്ടിട്ട് അധികമായ കോപത്തെയാണ് പ്രാപിച്ചത്. ശുംഭൻ കൂടുതൽ യുദ്ധസന്നദ്ധനാവുകയാണ് ചെയ്തത്. ദേവി അട്ടഹാസം കൊടുത്തുകൊണ്ട് ആ ശുംഭനോട് പറയാണ്, അവിടെ നിൽക്ക്. എപ്പോഴാണോ അംബികാദേവിയും അത്യധികം ക്രോധത്തോടെ അവനോട് അരുളിയത്, അപ്പോൾ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവന്മാരാൽ ദേവി ജയിച്ചാലും എന്ന് പറയപ്പെട്ടു. ആ ദേവന്മാർ ഇങ്ങനെ ദേവിക്ക് മംഗളാശംസകൾ നേർന്നു. ഇതും കൂടെ കേട്ടപ്പോൾ ശുംഭൻ ആക്രോശിച്ചു കൊണ്ടുവന്നിട്ട് അതിതീക്ഷ്ണമായ ജ്വാല, തേജസ് കൊണ്ട് ജ്വലിക്കുന്ന യാതൊരു വേൽ എന്നറിയപ്പെട്ടുവോ, ആ വേലിനെ തീക്കൂട്ടത്തിൻ്റെ ശോഭയോടുകൂടെയാണ് അത് ദേവിയുടെ നേർക്ക് നേരിട്ട് വരുന്നത്. എന്നാൽ ആ വേലിനെ ദേവിയാൽ മഹോൽക്ക എന്ന് പേരുള്ള ആയുധം കൊണ്ട് അതിനെ ഇല്ലാതാക്കി കളഞ്ഞു. മഹർഷി പറയുകയാണ്, ഹേ സുരത മഹാരാജാവേ, ഈ സമയത്ത് ശുംഭൻ്റെ അലർച്ച കേട്ടിട്ട് 3 ലോകങ്ങളുടെയും എല്ലായിടവും വ്യാപിക്കപ്പെട്ടു. മാത്രമല്ല ആ ശുംഭാസുരൻ പുറപ്പെടുവിച്ച സിംഹനാദം ഭയങ്കരമായ ഇടിവെട്ടുന്ന ശബ്ദത്തെയും ജയിച്ചു. അതിനേക്കാളും അതിഭയങ്കരമായ ശബ്ദത്തിലാണ് ശുംഭൻ അങ്ങനെ അലറുന്നത്. അനന്തരം ശുംഭൻ പ്രയോഗിച്ച ശരങ്ങളെ ദേവിയും ദേവിയാൽ തിരിച്ചയക്കപ്പെട്ട ശരങ്ങളെ ശുംഭനും, 2 പേരും ഒന്നിനൊന്ന് ശ്രേഷ്ഠമായ ശരങ്ങളെയാണ് ദേവിയും തിരിച്ചും അയക്കുന്നത്. അങ്ങനെ രൗദ്രങ്ങളായിരിക്കുന്ന തങ്ങളുടെ ശരങ്ങളെ കൊണ്ട് 100 വീതവും 1000 വീതവും ആയിട്ടങ്ങനെ മുറിച്ചു കളഞ്ഞു. അനന്തരം ചണ്ഡികാദേവി കോപത്തോടുകൂടി ആ ശുംഭനെ ശൂലം കൊണ്ട് നന്നായിട്ട് മർദ്ദിച്ചു. അവനപ്പോൾ ആ ശൂലപ്രയോഗത്താൽ മോഹാലസ്യപ്പെട്ട് ഭൂമിയിൽ പതിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ നേരത്തെ മോഹാലസ്യപ്പെട്ട് ഭൂമിയിൽ വീണ നിശുംഭൻ എഴുന്നേറ്റ് വരികയാണ്. അനന്തരം നിശുംഭൻ ബോധം വീണ്ടെടുത്തിട്ട് വില്ല് കയ്യിലെടുത്തിട്ട് അസ്ത്രങ്ങളെ കൊണ്ട് ദേവിയെയും കാളിയെയും സിംഹത്തെയും വെറുതെ വിട്ടില്ല. ഇവരെയൊക്കെ മർദ്ദിച്ചു, അവരെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു. ദിതിയുടെ മകനായിട്ടിരിക്കുന്ന അസുരന്മാരുടെ ഈശ്വരനായിരിക്കുന്ന ധനുജേശ്വര അസുരൻ, അസുരന്മാരുടെ ഈശ്വരനായിരിക്കുന്ന ആ നിശുംഭൻ വീണ്ടും തൻ്റെ കൈകൾ 10,000 ആക്കിയിട്ട് ഇത്രയും കൈകളിലും 10,000 ചക്രായുധങ്ങളെ എടുത്തിട്ട് ഇതെല്ലാം ഒരുമിച്ച് ദേവിയുടെ നേർക്കങ്ങനെ എറിഞ്ഞു.
10,000 ചക്രങ്ങളെ കൊണ്ടും ദേവി മൂടപ്പെട്ടു. അനന്തരം തരണം ചെയ്യാൻ സാധിക്കാത്ത അത്രയും ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന ദേവി ദുർഗ, ഭഗവതിയായിരിക്കുന്ന ദുർഗാദേവി, ആ ചണ്ഡികാദേവി ക്രോധത്തോടു കൂടിയിട്ട് തൻ്റെ ബാണങ്ങളെ കൊണ്ട് തന്നെ മൂടിയ 10,000 ചക്രങ്ങളെയും തൻ്റെ നേർക്ക് വന്ന അമ്പുകളെയും ഒക്കെ ഛേദിച്ചു കളഞ്ഞു. അനന്തരം നിശുംഭൻ വളരെ വേഗത്തിൽ ഗദയെ എടുത്തുകൊണ്ട് അസുരസൈന്യത്താൽ ചുറ്റപ്പെട്ടവനായിട്ട് ദേവിയെ കൊല്ലുവാനായിട്ട് നേരിട്ട് ചെന്നുവല്ലോ. അത് തൻ്റെ നേർക്ക് വരുമ്പോൾ തന്നെ അവൻ്റെ ഗദയെ ചണ്ഡികാദേവി നല്ല മൂർച്ചയുള്ള വാളുകൊണ്ട് വളരെ വേഗത്തിലങ്ങനെ മുറിച്ചു കളഞ്ഞു. അതിനുശേഷം അവൻ ശൂലം കയ്യിലെടുത്ത് എറിഞ്ഞു. ചണ്ഡികാദേവി ദേവന്മാരെ മർദ്ദിക്കുന്ന കയ്യിൽ ശൂലം പിടിച്ചുകൊണ്ട് തൻ്റെ നേർക്ക് വരുന്ന നിശുംഭനെ ഊക്കോടുകൂടി ചുഴറ്റിയെറിഞ്ഞ ശൂലം കൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ തന്നെ ആ ശൂലം കുത്തിക്കയറി അവനെ പ്രഹരിച്ച. ഇങ്ങനെ ആ നിശുംഭൻ്റെ ഹൃദയം ഒന്ന് പിളർന്ന സമയത്ത് ആ നിശുംഭൻ്റെ ഹൃദയത്തിൽ നിന്ന് മഹാബലവാനായ അതുപോലെ അതിവീരനായിട്ടുള്ള പുതിയ ഒരു അസുരൻ പുറത്തേക്ക് വരികയാണ്. ആ വരുന്ന സമയത്ത് തന്നെ ആ അസുരൻ അവിടെ നിൽക്ക് എന്ന് വരുന്ന വരവിലെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. വേറൊരു പുരുഷൻ അവൻ്റെ മാറിടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ദേവിയോട് അവിടെ നിൽക്ക് എന്ന് ആക്രോശിച്ചു കൊണ്ടാണ് ആ പുതിയ അസുരൻ വന്നത്. എന്നാൽ അവനെ മുഴുവനായിട്ട് പുറത്തേക്ക് വരാൻ ദേവി വിട്ടില്ല. ഉടനെ തന്നെ ദേവി ഉച്ചത്തിൽ ചിരിച്ചിട്ട് പുറത്തേക്ക് വരുന്ന അവൻ്റെ ശിരസിനെ ദേവി ഉടനെ തന്നെ വാളുകൊണ്ട് ഛേദിച്ചു. അനന്തരം അവൻ ഉടനെ തന്നെ ഭൂമിയിൽ പതിച്ചു. അങ്ങനെ നിശുംഭനെയും ആ പുതിയ അസുരനെയും ദേവി വധിച്ചു കളഞ്ഞു. അനന്തരം സിംഹം ഭയങ്കരങ്ങളായ തൻ്റെ ദംഷ്ട്രകളെ കൊണ്ട് അസുരന്മാരെ പിടികൂടി ചവച്ചരച്ച് തിന്നുകയാണ്. അങ്ങനെ പൊടിക്കപ്പെട്ട കഴുത്തുകളോടുകൂടി കുറേ അസുരന്മാരെ, ഇതുപോലെ തന്നെ ചണ്ഡികാദേവിയും മറ്റ് ചില അസുരന്മാരെയും അതുപോലെ തന്നെ മറ്റ് ചില അസുരന്മാരെ ശിവദൂതി ദേവിയും ഭക്ഷിച്ചു. നിശുംഭൻ താഴെ വീണു. അപ്പോൾ കുറേ അസുരന്മാരൊക്കെ ഓടാൻ തുടങ്ങി. അവരെയൊക്കെ സിംഹവും ദേവിമാരും ഭക്ഷിച്ചു. ചില മഹാസുരന്മാർ കൗമാരീ ദേവിയാൽ അയക്കപ്പെട്ട വേലുകൊണ്ട് ഹൃദയം പിളർന്ന് കൊല്ലപ്പെട്ടു. മറ്റ് ചില അസുരന്മാർ ബ്രഹ്മാണീ ദേവിയുടെ മന്ത്രത്താൽ പരിശുദ്ധമായ തോയം കൊണ്ട് അവരുടെ പ്രാണൻ ഉടനെ പോയി. അപ്രകാരം വേറെ ചില അസുരന്മാർ മാഹേശ്വരീ ദേവിയുടെ ത്രിശൂലം കൊണ്ട് 2ആയി മുറിക്കപ്പെട്ടു. വേറെ ചിലർ വാരാഹി ദേവിയുടെ മുഖം കൊണ്ടുള്ള അടി കൊണ്ടാണ് തവിട് പൊടിയാക്കപ്പെട്ടത്. അങ്ങനെ അവരും ഭൂമിയിൽ പതിച്ചു. വേറെ ചില അസുരന്മാർ വൈഷ്ണവീ ദേവിയാൽ അയക്കപ്പെട്ട ആ ചക്രം കൊണ്ട് അവരെ ഇനി വേറെ ചില അസുരന്മാർ ഐന്ദ്രീ ദേവിയുടെ കയ്യിൽ നിന്ന് നല്ലവണ്ണം എറിയപ്പെട്ട് വജ്രായുധം കൊണ്ട് ആദ്യം അവരും മുറിക്കപ്പെട്ടു, വീണ്ടും മുറിക്കപ്പെട്ടു. അങ്ങനെ പല പല കഷ്ണങ്ങളായി ചെയ്യപ്പെട്ടു. ചില അസുരന്മാർ വലുതായ ആ യുദ്ധം നിമിത്തം ഈ പറഞ്ഞ മാതൃഗണങ്ങളുടെ മർദ്ദനത്താൽ സംഹാര താണ്ഡവത്താൽ ജീവൻ നഷ്ടപ്പെട്ടു. ഇനി ചിലർ ഓടിപ്പോയി. മറ്റു ചിലർ ശിവദൂതി ദേവി, കാളീദേവി, കാളികാദേവിയാലും ശിവദൂതി ദേവിയാലും സിംഹത്താലും രക്ഷിക്കപ്പെടുകയും ചെയ്തു. മറ്റ് ചിലർ കാളികാദേവിയാലും ശിവദൂതി ദേവിയാലും സിംഹത്താലും രക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ നിശുംഭാസുരൻ വധിക്കപ്പെട്ട ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഹരേ കൃഷ്ണ. സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.